ഗൈസ്, അപ്പം ഇന്ന വീഡിയോ ഒരു ചെറുതായിട്ടൊരു മേക്കപ്പ് കളക്ഷൻസ് കാണിച്ചു തന്നിട്ടാണ്. അപ്പം അതിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്യണം. സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വീഡിയോത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് കളക്ഷൻസ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നല്ല സിമ്പിൾ മേക്കപ്പ് കളക്ഷൻസ് ആണ് കേട്ടോ. എൻ്റെ ഒത്തിരി ഒന്നുമില്ല, ഒരു കുഞ്ഞ് മേക്കപ്പ് കളക്ഷൻസ് ആണ് കേട്ടോ. കൂടുതലും ഇല്ല, എന്നാലും താടിയില്ല അങ്ങനത്തെ രീതിയിലാണ്. കുറവൊന്നുമില്ല കേട്ടോ, അധികം എന്ന് പറയാൻ പറ്റില്ല. ഒരു കുഞ്ഞ് മേക്കപ്പ് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബോക്സ് ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കുന്ന ഒരു ബോക്സാണ്. ഒരു ദിസ് ഈസ് മൈ മേക്കപ്പ് ബോക്സ് എന്നൊക്കെ പറയാം. ഞാൻ ഇതിപ്പോൾ എടുത്ത് വയ്ക്കുന്നത് ഒരു ബോക്സ് സെറ്റിലാണ് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഇതൊരു അടിപൊളി ബോക്സാണ്. ഇത് നമുക്ക് എല്ലായിടത്തും വല്ല ലിപ്സ്റ്റിക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് പിന്നെ കിട്ടില്ല. ലിപ്സ്റ്റിക്ക് മിസ്സായി കഴിഞ്ഞാൽ എൻ്റെ ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് മിസ്സായി. അത് നല്ല ഷെയ്ഡായിരുന്നു, നല്ലൊരു ഒരു ഒരു ബ്രൗണിഷ് കളർ ഷെയ്ഡായിരുന്നു. ഇങ്ങനത്തെ ഒരു കളറിൻ്റെ പറഞ്ഞാൽ ഒരു ഷെയ്ഡായിരുന്നു, നല്ല കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് പോർഷനിലെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഒരു ഓപ്പൺ ബോക്സ് മേക്കപ്പ് എന്ന് പറയാൻ നിങ്ങൾക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തുടങ്ങാം. നമുക്കൊരു ഫസ്റ്റ് ഞാനിപ്പോൾ ഇട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ നോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഞാൻ കുറച്ചിട്ടുള്ളൂ. ഇത് ഭയങ്കര ഡാർക്കായിട്ട് ഇട്ടതിന് നല്ല കളറാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നുള്ളൂ. നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡാണ്. ഇതിൻ്റെ നോൺ ട്രാൻസ്ഫർ ഇൻസൈറ്റിൻ്റെ ഒരു മേക്കപ്പാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഞാനിപ്പോൾ ഇട്ട ലിപ്സ്റ്റിക് തന്നെയാണ്. കൈമ എഴുതി കാണിക്കുന്ന കഴിഞ്ഞത് പോവില്ല. അതാണ് ഇതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണിക്കുക. ഇങ്ങനത്തെ ഒരു കളറാണ് നമ്മൾ ലിപ്പും ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഞാൻ ഇത് ഞാൻ രാവിലെ ഇട്ടതാണ്, അപ്പോൾ ഇത് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ്. ഇത് ഇത്ര ഷെയ്ഡൊന്നും ഉണ്ടാവില്ല, കുറേ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡായിട്ട് വരും. ഇപ്പം ഞാൻ ലൈറ്റായിട്ട് ഇട്ടുകൊണ്ടാണ് ഇത്ര ഷെയ്ഡ് വരുന്നത് കേട്ടോ. അത്യാവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻസൈറ്റിന് നോൺ ട്രാൻസ്ഫറിൻ്റെ ലിപ് കളർ ഉണ്ടോ. ഇത് നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് 17 വിൻറ്റേജ് പറയുന്ന ഒരു ഷെയ്ഡാണ്. 17 വിൻറ്റേജ് ഇതൊക്കെ പൊള്ളി ഷെയ്ഡാണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെയാണ് കമ്പനി. പിന്നെ ഞാനൊരു ലിപ് ബാമാണ് കേട്ടോ. ഇതൊരു നൈക്ക സീരിയൽ കിസ്സർ എന്ന് പറയുന്ന ലിപ് ബാമാണ്. ഇത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ട്, ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡൊന്നും ഇതിൽ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഷെയ്ഡ് സീരിയൽ കിസ്സർ നൈക്ക എന്ന് പറഞ്ഞ ലിപ് ബാമാണ്. ഇതിൻ്റെ ട്രസ്റ്റർ ഒരു ഓറഞ്ചാണ്, പക്ഷേ ഇത് നമ്മൾ ലിപ്പും ഇടുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിങ് വരണ്ടേ, അതും ഇല്ല കേട്ടോ. ഇതൊരു ഫസ്റ്റ് ഇതിൻ്റെ ഷുഗർ ട്രസ്റ്റർ പോലെയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു കളറാണ്. പക്ഷെ നമ്മുടെ ലിപ്പും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കളറല്ല, ഒരു നമ്മുടെ ലിപ്പിൻ്റെ യഥാർത്ഥ കളർ തന്നെയാണ്. കണ്ടോ, കളറും പോലും കാണുന്നില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും. കളറും പോലും ഇല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കണ്ട ഒരു ഷുഗറിൻ്റെ ട്രസ്റ്റർ എന്താ പറയുക, അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ, ഷുഗറിൻ്റെ ഒരു. പിന്നെ ഇതും ഒരു റെഡ് കളർ ലിപ് ബാം തന്നെയാണ്. ഇതും പൊളിയാണ് കേട്ടോ. ഇത് അങ്ങനെയായിട്ട് യൂസ് ചെയ്യാറില്ല, ഇത് ഇതുവരെയായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത് നല്ല റെഡ് കളറായിട്ട് നമ്മുടെ ലിപ്പുമ്മ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റണമെങ്കിൽ നന്നായിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കളർ. പിന്നെ ഇത് ഫുള്ള് പൗഡർ അയച്ചിരിക്കുകയാണ് കേട്ടോ. എന്തോ പറ്റി പൗഡർ അയച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് തുടച്ചു കൊടുക്കാൻ പറ്റും, കുറച്ച് നേരം പിടിക്കും തോന്നുന്നു ആവശ്യം. ഇതൊരു BMUT മോഡൽ പറഞ്ഞ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതും ഞാൻ അങ്ങനെയായിട്ട് യൂസ് ചെയ്യാറില്ലാത്ത ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരു BM മാറ്റ് ബ്യൂട്ടി മോഡൽ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡൊന്നും ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല, ഷെയ്ഡൊക്കെ പോയതാണ്. പക്ഷെ ഇത് ഓപ്പൺ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോലെ ഒന്നല്ല, ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് പോലെ, ഒരു ബുള്ളറ്റിൻ്റെ ഷേപ്പ് ഒക്കെ വരുന്നതാണ്. ഇത് ഞാൻ അങ്ങനെയായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ബ്രൗൺ ഇത് നമുക്ക് എല്ലായിടത്തും ഷെയ്ഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്കത് ഒരു ഷെയ്ഡായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഒട്ടും സ്യൂട്ടാവില്ല. ഒരു ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഷെയ്ഡാണിത് കേട്ടോ. ബാക്കിയെല്ലാം ഒരു ഓറഞ്ച് കളർ വരുന്ന ഒരു ഷെയ്ഡാണ്, ബുള്ളറ്റിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഒരു കളർ കേട്ടോ. ഇതിൻ്റെ കളറ് എനിക്കറിയില്ല, എൻ്റെ ഷെയ്ഡൊന്നും കൊടുത്തിട്ടില്ല, അത് ഞാനിവിടെ കൊടുത്താണ് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലായി ഇങ്ങനത്തെ ഒരു കളർ. ഇതിൻ്റെ ഷെയ്ഡ് ഇതിന് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പിങ്ക് കളർ മോഡൽ പോകുന്ന ഷെയ്ഡാണ്. പക്ഷേ ഇതിൽ എക്സ്ട്രാ സെയിം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും
ഒരു മീഡിയം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിപ്പോൾ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അത്ര കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നമുക്ക് വരെ ഷെയ്ഡിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിടാൻ പറ്റും. നല്ല റെഡ് കളർ ലിപ്സ്റ്റിക് ആണെങ്കിൽ പറഞ്ഞിട്ട് ഷെയ്ഡ് ഇടാൻ പറ്റും. പിന്നെ ഞാനൊരു മെബ്ലിൻ്റെ ഒരു സെനസ്റ്റിയൽ ന്യൂയോർക്ക് ലിക്വിഡ് മാച്ച് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, കയറി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മെബ്ലിൻ്റെ ഒരു ന്യൂയോർക്ക് സെൻറ്റിയൽ ലിക്വിഡ് മാച്ച് എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും ഒരു അടിപൊളി ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതിൻ്റെ ഷെയ്ഡ് ഒരു ബ്രൗൺ കളറാണ്, പക്ഷെ ഇത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു മാച്ചായിട്ട് കുറച്ച് മാച്ചാണ്. ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു സെനാസ്റ്റിക് ഒരു പൊളിയൊരു ഓറഞ്ച് വൈറ്റ് കളറാണ്. ഇത് എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവും. നല്ല കളറിൻ്റെ നല്ലൊരു റെഡ് കളർ സ്യൂട്ടിൻ്റെ ഒപ്പം ഇടുകയാണെങ്കിൽ ഒരു അടിപൊളി കളറാണ്. ഞാൻ അത് റെഡിൻ്റെ ഒപ്പം എടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് ലുക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡാണിത്, ഒരു ബ്രൗൺ കളർ ഫിനിഷിങ് വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതും എനിക്ക് അടിപൊളി ഷെയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഫേസൊക്കെ ബ്ലാക്ക് ആക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി വരുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതും ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെയും കൂടി വരുന്നതാണ് കേട്ടത്. പക്ഷെ അത് ഇവിടുത്തെ ഊരിപ്പോയി കൊണ്ടാണ് റെഡി ആവാത്ത. ഇതൊരു ലിക്വിഡ് ഇതിനെന്താ പറയുക, ലിപ്പ് ഗ്ലോസ് ആണ് കേട്ടോ. അതൊരു ലിപ്പ് ഗ്ലോസാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത്. ഒരു പിങ്ക് കളർ മോഡലാണ്. ഇതും അത്ര കുഴപ്പമില്ല, ഒരു പിങ്ക് കളർ മോഡലാണ്. ശരിക്കും ഒരു പിങ്ക് കളർ തന്നെയാണ്. ഇത് കുറച്ച് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ. കുറച്ച് ഡാർക്ക് പിങ്ക് ആണ്. ഗൈസ് അത് പൊളിഞ്ഞു പോയി കേട്ടോ. ഇത് വേഗം പൊളിഞ്ഞു പോകുന്നൊരു ഷെയ്ഡാണ്. ഇത് ചുമരുമേന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ കൊല്ലും ഗൈസ്. ഇത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ട് യൂസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല, ഞാനത് യൂസേ ചെയ്യാറില്ല. ഇത് പൊട്ടിപ്പോകുന്ന രീതിക്ക് ഇരിക്കണോണ്ട് ഞാൻ അങ്ങനെ യൂസ്ഫുൾ ചെയ്യാറൊന്നുമില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല ഞാൻ അങ്ങനത്തെ പിങ്ക് കളറൊന്നും ഞാൻ അങ്ങനെ. എൻ്റെ കയ്യിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. തലയിലൊന്നും അങ്ങനെ തേക്കുന്നില്ല. ഇത് ഇങ്ങനത്തെ ഒരു അടുത്ത ലിപ്സ്റ്റിക് കളക്ഷൻസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതൊരു മാറ്റ് കളറാണ്. ഇങ്ങനത്തെ എക്സ്റ്റാർട്ട് കുറച്ച് സെയിം തന്നെയാണ്. ഇതും എനിക്ക് അത്ര അങ്ങോട്ട് സ്യൂട്ട്. ഇത് കുറേ വർഷം മുമ്പ് വാങ്ങിച്ച ഷെയ്ഡാണ്. പക്ഷെ ഇതും മറ്റേ മെബ്ലിൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് തന്നെയാണ് കേട്ടോ. കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ചധികം ആയി കഴിഞ്ഞാൽ അതേ മെബ്ലിൻ്റെ ഷെയ്ഡ് തന്നെയായിരിക്കും. കുറച്ച് മെബ്ലിൻ്റെ ഷെയ്ഡായിട്ട് മാച്ചാണ്. ഇട്ട് കാണിക്കണം ഗൈസ്, ഞാൻ ഇട്ട് ലാസ്റ്റ് കാണിക്കുള്ളൂ. ഇട്ട് കാണിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തുടച്ചെടുക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആളും ഗൈസ്. തുടച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഇങ്ങനെ ഷെയ്ഡൊക്കെ തുടച്ചെടുക്കാനായിട്ട്. ഈ ഷെയ്ഡ് 95 വരുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇതൊക്കെ ഡ്രസ്സൊന്നും അത്യാവശ്യം അയച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, ഒരു വെള്ള ഡ്രസ്സാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. വീട്ടിലിടാൻ തീരുമാനിച്ചുകൊണ്ട് നല്ല ഷെയ്ഡായിട്ടല്ലേ, നല്ല ഇഷ്ടപ്പെട്ടു ഷെയ്ഡ്. നമുക്കിനി ഇത് തൊട്ട് ഇട്ട് തുടങ്ങാം. ഓക്കെ, ഇത് അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ ഒരു സ്ട്രിക്സിൻ്റെ ഒരു എയർസറാണ്. എയർസർ ഞാനിപ്പോൾ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ എണ്ണമയാണ് യൂസ് ചെയ്ത് ഞാൻ പൊളി. ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ. കോമ്പാക്റ്റ് പൗഡർ ഇതിൻ്റെ ഒരു ഡാസ്ലറിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ തന്നെയാണ്. ജസ്റ്റ് ആണ് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞത് അപ്പം തന്നെ പറ്റും കേട്ടോ. ടച്ചപ്പ് ചെയ്യാനായിട്ട് മാത്രമാണ് ഞാൻ കോമ്പാക്റ്റ്. അയ്യോ ഗായ്സ് കൂടി പോയി, വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കേട്ടോ. അല്ലാണ്ട് ഞാൻ കോമ്പാക്റ്റ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എനിക്കങ്ങനെ എന്തോ ഫേസ് പോലെ തിളങ്ങൂട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു കോമ്പാക്റ്റ് ആണ്, ഭയങ്കര തിളങ്ങും, അങ്ങനത്തെ ടാസ്ക്കാണ്. പിന്നെ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഇതൊരു ഡാർക്ക് കളറാണ്,
ഒരു ഡാർക്കർ ഫൗണ്ടേഷൻ. ഇത് ഒട്ടും മാച്ച് അല്ല, ഇതൊരു കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ 2 ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇത് കഴിഞ്ഞു, വേറെ വാങ്ങണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പ് കളക്ഷൻസ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന നല്ല ഭീകരമായിട്ടായിരിക്കും എൻ്റെ മേക്കപ്പ് കളക്ഷൻ. നോ ഗൈസ്, ഇതൊക്കെ തന്നെ കുഞ്ഞ് മേക്കപ്പ് കളക്ഷനായിരുന്നു. സോ ഗൈസ്,